ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേതൊരു ചിക്കൻ കോണിൻ്റെ റെസിപ്പിയാണ്. ഒരു ഈവനിങ് സ്നാക്കിൻ്റെ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയത്. നമുക്ക് നോമ്പിനില്ലായതുകൊണ്ട് എന്തായാലും നമുക്കിത് ഉപകാരപ്പെടും. അപ്പോൾ ഒരു 10 പീസോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണ് വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റ്, 1 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂണോളം വിനാഗിരിയും കൂടെ ചേർത്തിട്ട് നമുക്കത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് നമുക്ക് മാറ്റി വെക്കാം. ഒരു 10 മിനിറ്റായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുള്ളൂ. അപ്പോൾ അതിൽ കൂടുതൽ ആവശ്യമുള്ളവർ മാറ്റി വെച്ചോളാം. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇത് ഒരു 10 മിനിറ്റ് ശേഷം ഞാനത് എടുത്തിട്ട് ഒരു ചീഞ്ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ മതിയാവും. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ നമുക്ക് മാരിനേറ്റ് ചെയ്ത ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അപ്പുറം ഇപ്പുറം ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊരിച്ചു. ഭയങ്കരമായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് പൊരിയണ്ട, സാധാരണ ഒന്ന് പൊരിച്ചെടുക്കുക. പൊരിച്ചെടുത്തതിന് ശേഷം അതിനെ ഒന്ന് മാറ്റി വെക്കാം. എന്നിട്ട് ആ ചിക്കൻ പൊരിച്ച അതേ ഓയിലിലേക്ക് തന്നെയാണ് ഞാൻ മസാല ഉണ്ടാക്കി കൊടുക്കുന്നത്. അതിലേക്ക് ഞാൻ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനൊന്ന് ചെറുതായിട്ടൊന്നൊരു പച്ചമണം വാടുന്നത് ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. അതിനുശേഷം ഒരു ഉള്ളിയാണ് ഞാൻ ചെറുതായിട്ട് മുറിച്ചതും കൂടെ അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഉള്ളി വാടി കിട്ടാൻ വേണ്ടിയിട്ട് അതിനൊന്ന് ഇത് വാട്ടി കൊടുക്കുക. പിന്നെ അതിൻ്റെയൊക്കെ തന്നെ ഒരു 2 സാധാരണ ഒരു പച്ചമുളക് ചെറുതായിട്ട് മുറിച്ചിട്ടതും കുരു കളഞ്ഞിട്ട് അരമുറി തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനതൊന്നും ഇപ്പോൾ ഇവിടെ ഇട്ട് കൊടുത്തിട്ട് അതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വാട്ടിയെടുക്കുക. എന്നിട്ട് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതെല്ലാം പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചെടുത്താൽ മതി. അപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് തന്നെ മാറി കിട്ടിക്കോളുമല്ലോ. കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനൊന്ന് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും മറ്റേ വറുത്ത് കോരി വെച്ച ചിക്കൻ ആറിയിട്ടുണ്ടായിന് അതിനെയും കൂടി മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. മറിച്ചാൽ ചെറുതായിട്ട് പൊട്ടിച്ചെടുക്കുന്നെങ്കിലും അങ്ങനെ എടുത്താൽ മതി. ഞാനിതൊന്ന് ക്രഷ് ആക്കിയിട്ട് എടുത്താൽ അപ്പോൾ നമുക്ക് എല്ലായിടത്തും കിട്ടും ഒരേപോലെയുള്ള സൈസിൽ തന്നെ. അങ്ങനെ അത് ആ ഉള്ളിൻ്റെ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ നമ്മളെ ഇത് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഞാനത് മാറ്റി വെച്ചിട്ട് ചപ്പാത്തി എന്നല്ല, അപ്പോൾ മൈദ മാവ് പരത്തി ചപ്പാത്തി ചുട്ടെടുക്കുന്നെങ്കിൽ അങ്ങനെ എടുക്കുക. ഇത് ഞാൻ മറ്റേ നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി ഒന്ന് ചെറിയൊരു ഫുള്ള് നല്ലോണം വേവിച്ചെടുക്കാണ്ട് ജസ്റ്റ് ഒന്ന് മറിച്ചൊന്ന് തിരിച്ചെടുത്തിട്ട് ഒരു ഹാഫ് വേവിലെടുത്തതാണ്. എന്നിട്ടിങ്ങനെ നടുക്കുന്ന 2ആയിട്ട് കീറിട്ട് കൊടുക്കുക. അതിനുശേഷം ഇങ്ങനെ ഐസ്ക്രീം മറ്റേ കടലയൊക്കെ ഇങ്ങനെ പൊതിയുമ്പോൾ ഇങ്ങനെ ഒരു കോണ് പോലെ കോട്ടിയെടുക്കില്ലേ, അതേപോലെ ഇങ്ങനെ കോട്ടിയെടുക്കുക. അപ്പോൾ ഇതിന് ആവശ്യമുള്ള സേമി ഞാൻ ഇങ്ങനെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് അതിനൊന്ന് പശ പോലെ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് എരിവിനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് മുളക് പൊടിയും കൂടെ ചേർത്ത് വെച്ചത്. എന്നിട്ട് ഇതേപോലെ ഒരു കോണായി കിട്ടും നമുക്ക്. ആ കോണായി കിട്ടിയതിലേക്ക് നമ്മളെ മസാല നല്ലോണം ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിത് ആ സ്പൂണിൽ നിറച്ച് കൊടുത്തിട്ടാകുമ്പോൾ അതങ്ങനെ ഇട്ട് കൊടുക്കാനൊരു ബുദ്ധിമുട്ടായിട്ട് പിന്നെ കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഞാൻ കൈയോടെ തന്നെ എടുത്തിട്ടാണ് അത് നല്ല കുത്തി ഫില്ല് ചെയ്ത് കൊടുത്ത് നമ്മൾ ഐസ്ക്രീമെല്ലാം ഉണ്ടാക്കും പോലെ തന്നെ. അപ്പോൾ നമുക്കത് തിന്നാനും കൂടെ ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഈ മൈദേൻ്റെ മിക്സിയിലേക്ക് അതിനൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ മുഖം ഫുള്ള് കവറാകുന്നത് പോലെ മുൻവശമെല്ലാം. എന്നിട്ട് അതിൽ നമുക്ക് മറ്റേ സേമിയ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് പൊടിച്ചെടുത്തതല്ല, ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ റൗണ്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതെടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 6 എണ്ണം ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഞാനിവിടെ ആക്കി ഇങ്ങനെ ഇതേപോലെ 6 എണ്ണം ആക്കി വെച്ചിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റും, നമുക്ക് കാണാനൊരു വെറൈറ്റി മോഡലും തന്നെ. അപ്പോൾ ഞാൻ അതിന് ശേഷം ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിന് ആ ഓയിലിലേക്ക് ഇട്ടിട്ട് ഓരോന്നും ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ തീയിലിന് വെച്ച് കൊടുക്കുക. എന്നാൽ ആ ചപ്പാത്തിയിൽ നമുക്ക് നല്ലോണം ഒന്ന് പൊരിഞ്ഞ് കിട്ടിയാൽ രസമുണ്ടാകും. പിന്നെ അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ് വെന്ത തന്നെ ആയതുകൊണ്ട് ഇത് പ്രശ്നമില്ല. അങ്ങനെ ഞാനിത് അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് അതൊന്ന് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഇത്രയും മൂത്ത് കളറാകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാൻ ഇതെല്ലാം കോരി മാറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ സിമ്പിളായിട്ടുള്ള പണിയാണ്. അപ്പോൾ ഇപ്പം മറ്റേ സാധാ സ്നാക്സെല്ലാം ഉണ്ടാക്കുന്നവർ ഇങ്ങനെ ഒരു ഇതിലുണ്ടാക്കി നോക്കുക. നമുക്ക് വിരുന്നിൽ സൽക്കാരത്തിലെല്ലാം ഒരു വെറൈറ്റി മോഡലായിട്ട് കാണാനൊരു രസമാണ്.
അപ്പോൾ ഇത് എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. ഞാനിത് ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊളിച്ചിട്ടും കൂടെ കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിൽ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.